ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനി നീ എൻ്റെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണ്? കാളിദാസൻ കണ്ടെടുത്ത കന്നിമാനി നിൻ കണ്ണിലെൻ്റെ കൊമ്പു കൊണ്ടതെങ്ങിനാണ്? ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനി നീ എൻ്റെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണ്? കാളിദാസൻ കണ്ടെടുത്ത കന്നിമാനി നിൻ കണ്ണിലെൻ്റെ കൊമ്പു കൊണ്ടതെങ്ങിനാണ്? ഇത്ര മനോഹരമായ ഗാനമല്ലേ? എത്രയോ വർഷത്തിന് മുമ്പ് ഈ ഗാനം റിലീസായിട്ടും ഇപ്പോഴും അതിൻ്റെ മനോഹാരിത നമ്മളെ വിട്ടുപോയിട്ടില്ല. എന്തായാലും ഇന്നത്തെ അതിഥി അല്ലെങ്കിൽ മത്സരാർത്ഥി നാടകത്തിൽ വന്ന് അതിനുശേഷം 25 വർഷത്തോളം മലയാളം സിനിമയിൽ ഏകദേശം 500-ൽ പരം ചിത്രങ്ങൾ അഭിനയിച്ച് തമിഴിലും അഭിനയിച്ചു, സീരിയലിലുണ്ട്. അങ്ങനെ മികച്ച കഥാപാത്രങ്ങൾ മലയാളികൾക്ക് കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ അതിഥി. സ്നേഹത്തോടെ ആദരവോടെ ഞാൻ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പൊന്നമ്മ ബാബു. അപ്പോൾ നമസ്കാരം. നമസ്കാരം. പൊന്നൂസ് എന്നാണല്ലോ എല്ലാവരും വിളിക്കുന്നല്ലേ? അതെ. പൊന്നമ്മ ബാബു, പൊന്നമ്മ എന്ന് വിളിക്കുന്ന അപൂർവല്ലേ? കുറവാ. പൊന്നൂസ്. പൊന്നൂസ്. സ്നേഹമുള്ള ആൾക്കാർ, ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആൾക്കാർ പൊന്നൂസേന്ന് വിളിക്കും. ചില ആൾക്കാർ പൊന്നൂന്ന് വിളിക്കും, ഗോൾഡ് മദർ എന്ന് വിളിക്കും. അങ്ങനെ ഒരുപാട് പേരാ. ഒരുപാട് സ്നേഹമുള്ളവരെന്ത് വിളിക്കും? ഒരുപാട് സ്നേഹമുള്ളവരോ? അതിവിടെ പറയാൻ പറ്റത്തില്ല. അതിവിടെ പറയാൻ പറ്റത്തില്ല. അതെന്താ? ഒത്തിരി സ്നേഹമുള്ള ആൾക്കാരെ എന്താ വിളിക്കുന്നത് ചോദിച്ചാൽ ഇവിടെ പറയാൻ പറ്റത്തില്ല. അതെപ്പോ അപ്പൊ എറണാകുളത്തുനിന്നാ വരുന്നത്? എറണാകുളത്തുനിന്നാ വരുന്നത്. എങ്ങനെയുണ്ട്? ഒരു ബിസിനസ് ഒക്കെ തുടങ്ങി? അതെ, അത് ഓൺലൈൻ നന്നായി പോകുന്നുണ്ട്. റെസ്റ്റോറന്റ് ഓപ്പൺ ആക്കിയിട്ടില്ല, അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് മാർച്ച് ഏപ്രിലൊക്കെ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് തീർക്കാന്നേ. അപ്പോൾ പൊന്നൂസ്, അതായത് പൊന്നമ്മ ബാബു, ഏതാണ് ഇപ്പോഴത്തെ പ്രസന്റ് ഫിലിം, അല്ലെന്നുണ്ടെങ്കിൽ സീരിയൽ, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ പുതിയ വർക്ക്? പുതിയ വർക്ക് ഞാനിപ്പോൾ സിനിമ കഴിഞ്ഞത് അനുരാധ എന്ന് പറഞ്ഞൊരു പടമാണ്. നമ്മുടെ ഇന്ദ്രിയത്തും നമ്മുടെ അനുസിത്താരയാണ് രണ്ടുപേരും നായകന്മാര്. അതിൽ നല്ലൊരു ഞാൻ ലണ്ടനിൽ നിന്ന് വന്ന ഒരു കഥാപാത്രമായിട്ടാണ്, മുടിയൊക്കെ ക്രോപ്പ് ചെയ്ത് അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ ചെയ്തത്. സീരിയൽ ഞാൻ ഒരുപാട് നാൾ കൂടി ഇപ്പോൾ ഒരു സീരിയൽ ഞാൻ ഒരു കൈ കൊടുത്തു. സീരിയലിൻ്റെ പേര് മിസ്സസ് ഹിറ്റ്ലർ. അതിൽ ശക്തമായ ഒരു അമ്മ കഥാപാത്രം, നല്ല പോസിറ്റീവുള്ള അമ്മ, ഇച്ചിരി ഹ്യൂമറും അവിടെ ചേർത്തിട്ടൊരു സംഭവം. അപ്പോൾ തുടക്കം കേറി വാടാ മക്കളെയാണ്. ഓക്കെ, കേറിയാലോ? കേറാ. കേറി വാടാ മക്കളെ. കേറി വാടാ മക്കളെ, സവാരി ഗിരിഗിരി രാജമാണിക്യം. 10 ചോദ്യം. ഈ ചോദ്യങ്ങളെല്ലാം തിളക്കം എന്ന സൂപ്പർ ഹിറ്റ് സിനിമ എന്നാണ്. ദിലീപ്, കാവ്യ മാധവൻ സിനിമയാണ് തിളക്കം. സൂപ്പർ സിനിമയാണ്. തീർച്ചയായും. കാവ്യ, ദിലീപ്. ഈ സിനിമ എന്നാണ് ചോദ്യങ്ങൾ. തുടങ്ങാം. ആദ്യത്തെ ചോദ്യം ഇതാ. തിളക്കം എന്ന സിനിമയുടെ കഥ നടക്കുന്നത് ഏത് നാട്ടിലാണ്? എ മുണ്ടൂർ, ബി ഏലൂർ, സി മേലുക്കാവ്. 20 seconds. മുണ്ടൂർ. എവിടേക്കാ? മുണ്ടൂർ, ഏലൂർ, മേലുക്കാവ്. മുണ്ടൂരാണെന്ന് എൻ്റെ ഓർമ്മ. എടുത്തിട്ട് പൂട്ടട്ടെ? പൂട്ടാം. എ മുണ്ടൂർ പൊന്നൂസ് എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. അവിടെ കിടക്കട്ടെ. എങ്ങനെയാണ് നാടകത്തിൽ വന്നത്? എന്താണ് അതിൻ്റെ ഒരു കമ്പം? സത്യം പറഞ്ഞാൽ നാടകം അന്നത്തെ സമയത്ത് കമ്പമൊന്നുമില്ല. അന്ന് ഞാൻ നന്നായി ഡാൻസ് ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു. ആ സമയത്ത് നാടകത്തിലൊരു ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടിയെ വേണമായിരുന്നു. ഫസ്റ്റ് ഓപ്പണിംഗ് ഡാൻസ് ചെയ്ത് തെരുവ് നൃത്തം കളിച്ചു വരുന്ന ഒരു കുട്ടിയാണ്. ഈ ചെണ്ടയല്ല ഇങ്ങനെ കുട്ടി പാട്ടാണോ? പാട്ടല്ല, ഡാൻസ്.
അല്ല ഒരു കുറത്ത് ഡാൻസ് പോലത്തെ ഒരു ഡാൻസാ. അപ്പൊ അതിനൊരു പറ്റിയ ഒരാളെ തപ്പി വന്നപ്പോൾ അന്നൊരു കലോത്സവ വേദിയിൽ വെച്ചിട്ടാണ് എൻ്റെ അന്നത്തെ മത്സരത്തിൽ ഞാനുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ വെച്ച് ആ നാടകത്തിന് അന്ന് എനിക്ക് പ്രൈസും ഉണ്ടായിരുന്നു. ഫസ്റ്റ് പ്രൈസ് എനിക്കായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന് ഈ കുട്ടിയെ അന്വേഷിച്ച് പിടിച്ചാണ് എൻ്റെ വീട്ടിൽ വരുന്നത്. അപ്പൊ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞു, അപ്പൊ ഞങ്ങളുടെ ആൾക്കാരായിരുന്നു, നാടകത്തിൽ ആരും ഇല്ല, കുടുംബത്തിലേ ഇല്ല. അപ്പൊ അവരാരും പറഞ്ഞില്ല, നാടകത്തിലൊന്നും വിടത്തില്ല, ഞങ്ങൾ ഇങ്ങനെ കൊച്ചു പഠിക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷെ നിർബന്ധിച്ച് 1-2 സ്റ്റേജ് കളിച്ച് തന്നാൽ മതി, ബാക്കി ഞങ്ങൾ പിന്നെ വേറെ കുട്ടിയെ വെച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കാലെ വീണ് പിടിച്ച് അങ്ങനെ അല്ല, നിർബന്ധിച്ചാലല്ല, എന്റെ അമ്മയുടെ അങ്ങനെ ഒരു താക്കോല് പറന്ന് വെച്ചു പോകുന്നു. അതിനുശേഷം പിന്നീട് ആ താക്കോൽ എടുക്കാൻ വീണ്ടും വരുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഒരു നാടകം ഡാൻസ് അല്ലേ, കുറച്ച് ഡയലോഗുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ആ നാടകത്തിൽ വിടുന്നു. പക്ഷേ അങ്ങനെ നാടകത്തിൽ അങ്ങനെയില്ല, 1 വർഷം നാടകം കളിച്ചുള്ളൂ. എന്റെ 16 വയസ്സുള്ള സമയത്താ. ഒരു വർഷം മാത്രമേ ഉള്ളൂ. 1 വർഷമേ ഉള്ളൂ. അതിനുശേഷം പിന്നീട് ഞാൻ പിള്ളേരൊക്കെ ആയി വീട്ടിലിരുന്നു. 13 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ നവധാരയിൽ. അപ്പത്തേക്ക് ഞാനൊരു നായിക എന്ന ലെവലിലോട്ട് നാടകത്തിൽ ആയിട്ട് അങ്ങനെ പിന്നെ അക്ഷയ മനസ്സിലൂടെ ഞാൻ വരുന്നത്. ഓക്കെ, അപ്പൊ എ മുണ്ടൂരാണ് പറഞ്ഞിരിക്കുന്നത്. എ മുണ്ടൂർ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ പൊന്നൂസിന്റെ അക്കൗണ്ടിൽ വീണ് കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. അത് ശരി. ഓക്കെ ഓക്കെ. ആദ്യത്തെ സിനിമ ഏതാണ്? പടനായകൻ. പടനായകൻ ആരായിരുന്നു ഹീറോ? ദിലീപ് വിജയരാഘവൻ. ഏത് വർഷം? 1996. 96-ല്. അപ്പൊ എന്തായിരുന്നു വേഷം? ഞാൻ രാജൻ ബി ദേവിന്റെ ഭാര്യയായിട്ട്, നായികയുടെ അമ്മ. അതിനൊരു നാടക സ്റ്റേജിലാണ് വന്ന് ബുക്ക് ചെയ്ത് കൊണ്ടുവന്നത്. നാടകം കാണാൻ അന്ന് ഞങ്ങൾക്ക് പിന്നീട് കൊല്ലങ്ങൾക്ക് ശേഷം ഞങ്ങൾ സമിതി തുടങ്ങി, അങ്കമാലി പൂജ എന്നും പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഖജൻ ദേവയാനി ഇവരെയുള്ള ഒരു പുരാണ നാടകമായിരുന്നു. അപ്പൊ അങ്ങനെ നാടകം കളിച്ച സ്റ്റേജിൽ ഞാനപ്പോൾ ദേവയാനിയായിട്ടാണ്. ഇന്റർവ്യൂവിന് മുന്നേ വരെ ഞാനൊരു ശർമ്മിഷ്ഠ ദാസിയാണ്. ശർമ്മിഷ്ഠ ദാസിയായിക്കൊണ്ട് ദേവയാനി മഹാറാണിയാവുക. അപ്പൊ അങ്ങനെ ആ സമയത്ത് വന്ന് നാടകത്തിൽ ഒരാൾ പ്രൊഡ്യൂസർ വന്ന് സംസാരിക്കുന്നു. അപ്പൊ ഇപ്പൊ ഇല്ല, നാടകത്തിലാണ് എന്ന് പറഞ്ഞു. എന്തായിരുന്നു ആദ്യത്തെ ഡയലോഗ് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഫിലിമിലാ, അയ്യോ മോളോട് അങ്ങനെയൊന്നും പറയല്ലേ, മോളോട് അങ്ങനെയൊന്നും പറയല്ലേ എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇല്ല നോക്കണം രാജൻ ബി ദേവ്, കാരണം ആ പടത്തിലൊന്നും എനിക്ക് അങ്ങനെ ഒരു പെർഫോം ചെയ്യാനുള്ള ഒരു ഒന്നുമില്ല. രാജൻ ബി ദേവ് മിണ്ടി പോരുത് എന്ന് പറഞ്ഞാൽ എനിക്ക് മിണ്ടാനൊന്നുമില്ല. പിന്നെ അങ്ങനെ പറയരുന്നുള്ള അല്ല. അതിനുശേഷം സിനിമയിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് സിനിമയിൽ വരുമ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഒരു അമ്മ റോൾ ചെയ്ത് നിൽക്കണം എന്നുള്ള ഞാൻ ആഗ്രഹിച്ചു. പിന്നെ ഡയലോഗ് പറയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ നമ്മുടെ ഭർത്താക്കന്മാർ പറയിപ്പിക്കത്തില്ലല്ലോ, നീ മിണ്ടരുത് എന്ന് പറയുമ്പോൾ എവിടെ മിണ്ടാൻ, നമ്മൾ മിണ്ടത്തില്ല. അപ്പൊ എന്നെ ആരെങ്കിലും വിളിക്കും ഫിലിമിന്, എന്നെ ചേച്ചി നമുക്ക് ഇന്ന പടമുണ്ട്, ജോഷി സാറിന്റെ പടം. ഞാൻ പറഞ്ഞാ എത്ര ദിവസം? ഒരു 10 ദിവസം. ഞാൻ പറഞ്ഞു എന്റെ ഭർത്താവായിട്ടാരാ? അത് ജനാർദ്ദൻ ചേട്ടനാ. എന്റെ ദൈവമേ, അപ്പൊ ഡയലോഗ് എനിക്ക് കുറവായിരിക്കും. അത് ചേച്ചിക്ക് ഭർത്താവില്ലേ? ആണോ, സന്തോഷം വെക്കള. അപ്പൊ എന്റെ കമ്പനി ഡയലോഗ് എനിക്കായിരിക്കും. അപ്പൊ വേറെ ഭർത്താക്കന്മാരില്ല, ഭർത്താവില്ലല്ലോ പറയാനായിട്ട്. അങ്ങനെയൊക്കെയുള്ള പടങ്ങളൊക്കെ രസകരമാണ്. സോ കേറിപാടാ മക്കളിൽ രണ്ടാമത്തെ ചോദ്യം, ഏത് സ്ഥലത്താണ് ഉണ്ണി ഉള്ളതെന്ന സന്ദേശം നെടുമുടി വേണുവിന് ടെലിഗ്രാമിലൂടെ ലഭിക്കുന്നത്? എ മദ്രാസ്, ബി നാഗപട്ടണം, സി കർണാടക. നാഗപട്ടണം ശരിയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അതാണോ? നാഗപട്ടണം. ബി. ബി. ഞാൻ എടുത്തിട്ട് പൂട്ടി വരിഞ്ചു മുറുക്കി അവിടെ വെച്ചു. അവിടെ വെച്ചു, കിടക്കട്ടെ. തെറ്റാണെങ്കിൽ തെറ്റ്. ഈ സിനിമയില് എന്താ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഏത് സിനിമയിലാണ് ഉണ്ടായിട്ടുള്ളത്? രസകരമായ അനുഭവങ്ങള് എന്താ പറയുന്നേ, നമ്മുടെ അമ്പിളിച്ചേനോടൊപ്പം അഭിനയിച്ച നിമിഷങ്ങളൊന്നും ഈ ജന്മത്തെ ഈ ലോകത്ത് മറക്കാൻ പറ്റത്തില്ല. അമ്പിളിച്ചേട്ടൻ ഞങ്ങൾ മയിലാട്ടത്തിനകത്ത കഴിഞ്ഞ ഊഞ്ഞാലാടി വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആദ്യം ജയറാമും പിള്ളേരും കൂടി ഇരുന്ന് ആടുമ്പം അമ്പിളിച്ചേനും വെള്ളമടി എപ്പോഴും വെള്ളം അടിച്ചേരാ മാറടാ ഞാൻ കയറിയിരുന്ന ആടാ എന്നും പറഞ്ഞ് അമ്പിളിച്ചേട്ടൻ വന്ന് അങ്ങോട്ട് ഇരിക്കും. അപ്പൊ ഞങ്ങൾ പെണ്ണുങ്ങൾ 5-6 പേര് കൂടി കിച്ചണില് ഞങ്ങൾ പയറും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക. പച്ചക്കറി ചുറ്റും ഇങ്ങനെ മേശയ്ക്ക് ചുറ്റും ഇങ്ങനെ ഞങ്ങൾ ഓരോരുത്തർ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരാൾ മത്തങ്ങ അരിയുന്ന ചേമ്പ് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഇങ്ങനെ അരിഞ്ഞു പറയുമ്പോഴത്തേക്കും എന്നാ ഊഞ്ഞാലാടി, ഇത് ഈ ആട്ടം പോരാ, കുറച്ചും കൂടെ ആട്ടാൻ പറഞ്ഞു. പിള്ളേരങ്ങോട്ട് എല്ലാവരോടും കൂടി ആട്ടമാടി. ഈ ഊഞ്ഞാല് വന്നു പിന്നെ വരയുടെ മേളിൽ വന്ന് വീണ് പൊട്ടി ഈ പച്ചക്കറി അരിഞ്ഞതിൻ്റെ ഇടയ്ക്കോട്ട് താഴോട്ട് വന്ന് വീഴും. ആര്? അമ്പിളിച്ചേട്ടൻ.
ഒന്നും പറ്റിയില്ല. ഇപ്പം സിനിമയുടെ ഒരു ഷോട്ടല്ലേ പക്ഷെ രസം തന്നെ ഈ ഇത്രയും ഒരു വീഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പൊ ഈ പച്ചക്കറി അഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഞങ്ങൾ തന്നെ അവിടെ എല്ലാം വീണുപോയി. കാരണം ഞങ്ങൾ വീഴുന്ന കാരണം അതൊരു നാച്ചുറൽ ആകാൻ വേണ്ടി ഡയറക്ടർ പറഞ്ഞൂല ഇത് ഇങ്ങനെ വരും എന്നുള്ളത്. കാരണം ഞങ്ങൾ ഇങ്ങനെ നിൽക്കൂല, വീഴുവോ നോക്കി നിൽക്കൂല്ലോ. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞേ ഇല്ല. ഞങ്ങൾ അവിടെ കൂളായിട്ട് നിറഞ്ഞപ്പോ ഞങ്ങൾ തന്നെ പെടന്നങ്ങോട്ട് വീണു. എല്ലാരും കൂടെ പെടന്നങ്ങ് വീണു. എല്ലാവരും മൊത്തത്തിൽ കിടന്ന് ഭയങ്കര ചിരിയ. അല്ല അത് റിയലിസ്റ്റിക് ഷോട്ട് ആയിരിക്കും. അതെ, എല്ലാരും കൈയടിച്ചു. കാരണം ഞങ്ങൾ കുറെ പേരുകളുണ്ട്, എല്ലാരും തന്നെ വീണന്നേ. അപ്പം പുള്ളിയും വന്ന് അവിടെ മരുന്നടിച്ച് വീണപ്പോ തന്നെ ഞങ്ങൾ ഇത് അത് ഒച്ച കേട്ട് വീഴുന്നു ഉള്ള ഞങ്ങളോട് പറയുന്നില്ല. അമ്പളിച്ചാൻ ഊഞ്ഞാലാടി വരും, നിങ്ങൾ അവിടെ ഇങ്ങനെ ആട്ടിക്കൊണ്ടല്ലോ. ഞങ്ങളുടെ വിചാരം പുറത്ത് ഊഞ്ഞാലാടി എവിടെയെങ്കിലും വരുമെന്നാണ് എന്റെ വിചാരം. പക്ഷെ ഇത് പറഞ്ഞ ഞങ്ങളവിടെ മരുന്നടിച്ച് അപ്പോൾ എല്ലാവരും അങ്ങ് വീണു. ഈ അമ്പിളിച്ചേട്ടൻ എന്ന് പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ മലയാളികളുടെ ഒരു എന്താണ് അഭിമാനമാണ് അല്ലേ? എത്ര സിനിമയാണ്. കാരണം അദ്ദേഹത്തിന്റെ ടൈമിങ്ങും അല്ലേ, അത് പൊന്നൂസിനൊക്കെ കറക്റ്റ് ആയിട്ട് അറിയായിരിക്കും. പറഞ്ഞ കൊടുക്കുന്ന ഡയലോഗ് ആയിരിക്കില്ല ചിലപ്പം കേക്കില് പറയുന്ന മാറ്റി എത്ര അങ്ങനെയൊക്കെ എത്ര പ്രാവശ്യം. ഞാൻ വാഴുന്നവരുന്ന പടത്തിനകത്ത് വന്ന് അഭിനയിച്ചു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറയും ഇനി ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അഭിനയിച്ചാൽ അവിടെ ഇങ്ങനെയൊക്കെ നിന്ന് കാണിച്ചേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ ടേക്ക് എന്ന് പറഞ്ഞ ജോഷി സാറിന്റെ പടമാണേ ടേക്ക്. അപ്പോൾ ഞാൻ എടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഒരു കാട്ടായി. ഞാൻ നിന്നിട്ട് ഒറ്റ ചിരി. സാറ് ഞാൻ പറഞ്ഞു സാറേ സോറി സാറേ, അമ്പിളിച്ചേട്ടാ ഇത് മുമ്പേ കാണിച്ചില്ല. ഞാനങ്ങനെ പലതും കാണിക്കും, പക്ഷെ അത് പൊന്നമ്മ അവിടെ അതിൽ ക്യാരക്ടറായിട്ട് നിൽക്കണം, അത് ശ്രദ്ധിക്കും. ഞാൻ പറഞ്ഞു ഓക്കെ 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 ഓക്കെ. അതിനുശേഷം ഒരുപാട് പടങ്ങൾ വന്നപ്പോഴാണ് മനസ്സിലായി എന്തെങ്കിലുമൊക്കെ വീഴും. അപ്പൊ അമ്പിളിച്ചേട്ടൻ മനസ്സിലായി. കാരണം അമ്പിളിച്ചേട്ടൻ ഞാൻ കടത്തി വെട്ടിയിട്ടുണ്ട് 1-2 പടങ്ങൾ. കാരണം മയിലാട്ടം എന്ന പടത്തിനകത്ത് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഒരു കൊല കൊണ്ട് വരുന്ന സീനുണ്ട്. അപ്പൊ അതിനകത്ത് അമ്പിളിച്ചേട്ടൻ വന്ന് നിൽക്കുമ്പോൾ അത് ടേക്കഡ്. അപ്പം പിന്നെ ബിസി നിൽക്കുന്ന സമയം അമ്പിളിച്ചേട്ടനെ കൊണ്ടുപോകാൻ ഇങ്ങനെ കാറുകൾ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുക. ആരാദ്യം ഇറങ്ങുന്ന അവർ പിടിച്ചോണ്ട് പോകും. അങ്ങനെ അമ്പിളിച്ചേട്ടൻ ആ തിരക്ക് സമയം. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു ഷൂട്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാം, അമ്പിളിച്ചേട്ടൻ കിട്ടുകയില്ല. അപ്പോൾ ഡയലോഗോ എല്ലാം എല്ലാം ക്ലോസും വൈഡും എല്ലാം വെച്ചിരിക്കുക. ക്യാമറ ഒറ്റ സെറ്റപ്പിൽ ഒറ്റ ടേക്ക് വേണം സ്ക്രിപ്റ്റ് നോക്കാം. അപ്പോൾ ഞാൻ വന്ന് കോഞ്ഞുകുട്ടി ചേട്ടാ ഒന്ന് ഡയലോഗ് വിട്ടേക്കണേ, അത് മറന്നു പോകും. ഡയലോഗ് നോക്കി പഠിച്ചു. ഒറ്റ ടേക്കിലെല്ലാം വന്നു, എല്ലാം ചെയ്തു, എല്ലാം വന്നു. അപ്പോൾ അമ്പിളിച്ചേട്ടൻ അങ്ങോട്ട് വഴക്കുണ്ടാക്കും. അപ്പം ഞാൻ റിഹേഴ്സൽ എടുത്തപ്പം ഇത് എൻ്റെ കയ്യിൽ നിന്ന് വന്നില്ല. പക്ഷെ ടേക്ക് എടുത്തപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് കൊല്ലോ എന്നും പറഞ്ഞ് ഞാൻ ഈ ചങ്കത്തടിക്കുന്നതൊക്കെ അങ്ങ് ഇട്ടു. അപ്പോൾ അമ്പിളിച്ചേട്ടൻ ഒന്നും കൂടെ ഉശിരായി. അപ്പോൾ വിനിസാറ് പറഞ്ഞു പൊന്നമ്മ ഇത് എന്തുവാ കലക്കിയല്ലോ ഇത്. അപ്പോൾ ആ സീൻ അടിച്ചപ്പോൾ അമ്പിളിച്ചേട്ടൻ ഞാൻ അടിക്കുന്ന ഒരു സീനുണ്ട് അതിനകത്ത്, കിടക്ക അവിടെ എന്നും പറഞ്ഞിട്ട്. ആ അടിയും കൊണ്ടിട്ട് പിന്നെ എഴുന്നേറ്റ് വരും അമ്പിളിച്ചേട്ടൻ അവിടെ നിന്ന്. പൊന്നമ്മ, എൻ്റെ ക്യാരക്ടർ പേര് പൊന്നമ്മ എന്നാ. പൊന്നമ്മ എന്നും പറഞ്ഞ ഒരു ആട്ടുപാടി അവിടെ കിടത്തും. പക്ഷേ ആ സീൻ ഞങ്ങൾ ആ സീൻ കഴിഞ്ഞിട്ട് എല്ലാവരും കൈ അടിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു അമ്പിളിച്ചേട്ടാ സോറി അമ്പിളിച്ചേട്ടാ, ഞാൻ അറിയാതെ കൈ കൊണ്ട് കുഴപ്പമില്ല. ഈ സീൻ പൊന്നമ്മ കൊണ്ടുപോയി. പൊന്നമ്മ കൊണ്ട് സീൻ കൊണ്ടുപോയി. അതുപോലെ മേരിക്കൊണ്ടൊരു കുഞ്ഞാറ് കണ്ടപ്പോഴും പറഞ്ഞു ഞാൻ ഡബ് ചെയ്തു, അത് നന്നായിട്ടുണ്ട്. അപ്പോ ബി നാഗപട്ടണമാണ് നമ്മൾ പൂട്ടിയിട്ടിരിക്കുന്നത്. നാഗപട്ടണം ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും 2000 രൂപ കിട്ടിയിരിക്കുന്നു. ഇപ്പോ 4000 രൂപ അക്കൗണ്ടിൽ എത്തിച്ചേർന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. താങ്ക് യു.